ഇന്നത്തെ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഡിഗ്രിയോ PhDയോ PGയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കമ്പനീസ് എപ്പോഴും നോക്കുന്നത് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്റേൺഷിപ്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും റീസെന്റ് ഗ്രാജുവേറ്റ്സിനും ഒക്കെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ്. നിങ്ങൾ ജോലിയിലാണെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്സുകൾ ജോലി സാധ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ പാത്ത് കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് AI, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മെർജ് തുടങ്ങിയ മേഖലകളിൽ എഡ്യൂ ലേണിംഗ് ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്റേൺഷിപ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇന്റേൺഷിപ്സ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇന്റേൺഷിപ്സിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് സാഹിൽ. ഈ ചാനൽ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയാണ് പോസ്റ്റ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗ് ഗെയിമിന് ഫ്രഷേഴ്സ് അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു ടെക് ജോബ് നേടാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ടാണ് ഫ്യൂച്ചർ സ്കോപ്പുള്ള AI, ഫുൾ സ്റ്റാക്ക് വിത്ത് പൈത്തൺ, മെർജ് സ്റ്റാക്ക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഫൈനാൻഷ്യൽ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ എഡ്യൂ ലേണിംഗ് റിയൽ ടൈം എക്സ്പീരിയൻസ് ഉള്ള ഇന്റേൺഷിപ്പ് നൽകുന്നത്. നിങ്ങൾക്ക് ഒരു ടെക് ജോബ് നേടണം, അതിനെക്കുറിച്ചുള്ള സാധ്യതകൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹം കണക്ട് 794462123. So once again, I'm Sahil. Welcome to the new video of Edu Learning. ആദ്യമായിട്ട് എന്താണ് ഇന്റേൺഷിപ്പ്? നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ മനസ്സിലാക്കുന്നത്. ആ തിയറിറ്റിക്കൽ നോളജിന് ഏതെങ്കിലും കമ്പനിയിലോ ഓർഗനൈസേഷനിലോ പോയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കീഴിൽ നിന്ന് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് ഗെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റേൺഷിപ്സ് എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പുകൾ ഏതെങ്കിലും സ്കില്ലിലായിരിക്കാം, ലൈക്ക് ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, AI, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ ഏതെങ്കിലും സ്കില്ലായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡൊമൈനിലായിരിക്കാം, ലൈക്ക് HR, ഓപ്പറേഷൻസ്, സെയിൽസ് എന്നിങ്ങനെയൊക്കെ ആവാം. അത് കമ്പനി ടു കമ്പനി അതിൽ വ്യത്യാസം വരുന്നുണ്ട്. പൊതുവെ ഇന്റേൺഷിപ്സുകൾ ഒരാഴ്ച മുതൽ 6 മാസം വരെയാണ് ദൈർഘ്യമുള്ളതായിട്ട് കണ്ടുവരുന്നത്. കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിലും കോളേജ് പഠിച്ചു കഴിഞ്ഞവർക്കും റിയൽ വേൾഡ് കമ്പനീസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയാനും പുതിയ സ്കിൽസ് ബിൽഡ് ചെയ്യാനും പ്രൊഫഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും ഒക്കെ ഇന്റേൺഷിപ്പ് സഹായിക്കും. ഇനി നമുക്ക് ഇന്റേൺഷിപ്പിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. പഠിച്ചിറങ്ങുന്ന പലർക്കും ഒരു ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ ഒരു കമ്പനിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒരു പർട്ടിക്കുലർ ജോബിലുള്ള എന്തൊക്കെ ടാസ്ക് ആയിരിക്കും ചെയ്യേണ്ടതെന്നോ എന്നൊന്നും അറിയില്ല. ഇന്റേൺഷിപ്പ് ഇത്തരത്തിലെ അക്കാഡമിക്സ് ആൻഡ് പ്രൊഫഷണൽ ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കരിയർ എക്സ്പ്ലോറേഷൻ. പലർക്കും പഠിച്ചു കഴിഞ്ഞിട്ടും ഏത് കരിയർ പാത്ത് ചൂസ് ചെയ്യണം എന്നുള്ളതിൽ വളരെ കൺഫ്യൂഷനാണ്. ഇന്റേൺഷിപ്സുകൾ ഇത്തരത്തിലുള്ള കരിയർ പാത്ത് ചൂസ് ചെയ്യാനും ഓരോ കരിയർ പാത്തിനെ ഫ്യൂച്ചർ സ്കോപ്പ് മനസ്സിലാക്കുവാനൊക്കെ സഹായിക്കും. മൂന്നാമത്തത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഇന്റേൺഷിപ്സ് സ്റ്റുഡൻസിന്റെ വർക്ക് പ്ലേസ് സ്കിൽസിന് പുറമെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ടൈം മാനേജ്മെന്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവയെല്ലാം ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഫോർത്ത് ബെനിഫിറ്റ് എന്ന നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ ഇൻഡസ്ട്രി എക്സ്പേർട്സും പ്രൊഫഷണൽസും ആയിട്ടുള്ളവരൊക്കെയായിട്ട് നമുക്ക് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഭാവിയിലെ നമ്മളുടെ കരിയർ ഗ്രോത്തിനെയും ഫ്യൂച്ചറിൽ ജോബ് ചെയ്യാനുള്ള സ്കോപ്പിനെയും ഒക്കെ വളരെയധികം വർദ്ധിപ്പിക്കും. അഞ്ചാമതെന്ന് പറഞ്ഞാൽ ഹയറിംഗ് പ്രോബബിലിറ്റി ആണ്. ഏതെങ്കിലും റെസ്യൂമെയിൽ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ഇന്റേൺഷിപ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെക്കാട്ടി കൂടുതൽ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആറാമത്തതാണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പല കമ്പനീസും ഫുൾ ടൈം എംപ്ലോയീസിനെ കണ്ടെത്തുന്നതിലുള്ള ഒരു പൈപ്പ് ലൈൻ ആയിട്ട് ഇന്റേൺഷിപ്സിനെ കരുതുന്നുണ്ട്. സോ എഡ്യൂ ലേണിംഗ് എക്സാമ്പിൾ തന്നെ എടുക്കാം. എഡ്യൂ ലേണിംഗിൽ തന്നെ ഇന്റേൺഷിപ്സ് ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ പാരന്റ് കമ്പനിയായ ടെക്സ്പ്രോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഇന്റേൺഷിപ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കണക്ട് 794462123. ഇനി നമുക്ക് ഇന്റേൺഷിപ്സ് ലഭിക്കാനുള്ള സ്റ്റെപ്പ് ബൈ പ്രോസസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സെൽഫ് അസസ്മെന്റ് ആണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ കരിയർ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെന്തൊക്കെ സ്കിൽസ് വേണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടിനെയും കുറിച്ച് കൃത്യമായ വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഇന്റേൺഷിപ്സുകളെ പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ആണ്. നമ്മൾ ഏത് മേഖലയിലാണോ ഇന്റേൺഷിപ്സ് ചെയ്യാൻ ആഗ്രഹിച്ചത് ആ മേഖലയിൽ ഇന്റേൺഷിപ്സ് കൊടുക്കാൻ പറ്റുന്ന കമ്പനികളെയും ജോബ് റോൾസിനെയും ആ കമ്പനിയുടെ വെബ്സൈറ്റിനെ കുറിച്ചും ഒക്കെ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്താണ് പ്രിപ്പറേഷൻ. ഇന്റേൺഷിപ്പിനെ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള റെസ്യൂമെ, കവർ ലെറ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് തേർഡ് സ്റ്റെപ്പ്. നിങ്ങൾ കവർ ലെറ്ററും റെസ്യൂമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം നിങ്ങൾ എന്തുകൊണ്ട് ആ മേഖലയിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കുക. നാലാമത് നെറ്റ്വർക്ക് ബിൽഡിംഗ് ആണ്.
നിങ്ങളുടെ കോളേജിലെ സീനിയേഴ്സ് പലരും വർക്ക് ചെയ്യുന്നുണ്ടാകും, നിങ്ങളുടെ ഫാമിലിയിൽ റിലേറ്റീവ്സ് പലരും വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള പലരും വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്തെങ്കിലും ഇന്റേൺഷിപ്സ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് 4th സ്റ്റേജ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കരിയർ ഫെയർസും ഇവന്റ്സും ഒക്കെ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി അടിസ്ഥാനമാക്കി നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഇവന്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 5th സ്റ്റേജ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനീസിൽ ഇന്റേൺഷിപ്സിനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അപ്ലൈ ചെയ്തതിന് നിങ്ങൾ ആപ്ലിക്കേഷൻസ് റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് കൂടി ചെയ്യണം. 6th ചെയ്യുന്നത് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഇന്റേൺഷിപ്സിൽ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് കരുതി നമ്മൾ എല്ലാം കഴിഞ്ഞു എന്നാലും വിചാരിക്കരുത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കുക. ഇന്റർവ്യൂവിൽ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് ഉൾപ്പെടെ കണ്ടെത്തി ഇന്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റേഴ്സുമായിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യാൻ ശ്രമിച്ച് അവരിൽ നിന്ന് മാക്സിമം നോളജ് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ മാക്സിമം എഫേർട്ട് 6 മാസം ഇടുക. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാനേജറുടെ റെക്കമെൻഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനി ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ഹയർ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. കാരണം ഒരു ഫ്രഷറിനെ കണ്ടെത്തി ഹയർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കമ്പനിക്ക് കോസ്റ്റ് എഫക്റ്റീവും ടൈം കൺസ്യൂമിങ്ങും ഗ്യാരണ്ടീഡും ആയിട്ടുള്ള പ്രോബിലിറ്റിയാണ് നിങ്ങൾ ഹയർ ചെയ്യുക എന്നുള്ളത്. സോ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.